വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. കാട്ടിക്കുളം പോത്തുമൂലയിൽ പശുവിനെ ആക്രമിച്ചു കൊന്നു. കടുവ പശുവിനെ പിടികൂടുന്നത് പ്രദേശവാസി കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ മേയാൻ വിട്ട പശുവിനെയാണ് കടുവ കൊന്നത്. ഏകദേശം 11 മണിയോടുകൂടി ആടിനെയും പശുവിനെയുമായിട്ട് ഈ തറവാണി മാനിക്കുള്ളിൽ ലക്ഷ്മി അവരെ തീറ്റ കൊടുക്കാൻ പോയതായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പശുവിനെ ഈ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഒരു തൊഴുത്തിൽ നിന്ന് ഇതിനെ പിടികൂടി കാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു കടുവയെ കൊന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മാനിക്കല്ലിയിൽ സോമൻ, അതായത് മാനിക്കൽ സ്വദേശിയായ സോമനാണ് ഈ ഒരു കടുവയെ നേരിട്ട് കണ്ടത്. ഈ കടുവ പശുവിനെ ആക്രമിക്കുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടു. ഇതിന് സമീപത്തുള്ള പശുവിനെ ആടുകളെ മേയ്ക്കാൻ പോയതായിരുന്നു സോമൻ. ആ സമയത്താണ് കടുവ ആക്രമിക്കുന്നത് കണ്ടത്. എന്തായാലും ഈ വനപാലകരെത്തി ഒരു പരിശോധന നടത്തിയ സമയത്ത് കടുവയുടെ കാൽപ്പാടുകൾ പരിസരത്തായി കണ്ടിട്ടുണ്ട്. ഇതൊരു കാടിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കടുവയുള്ള ഒരു സ്ഥലമാണെന്നാണ് നാട്ടുകാരടുത്ത് അറിയിക്കുന്നത്. അതേസമയം തന്നെ നാട്ടുകാരടുത്ത് നിന്ന് ചെറിയ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു കൊന്ന പശുവിനെ വനംവകുപ്പ് രണ്ടായി മുറിച്ച് ഈ കടുവക്ക് തീറ്റ നൽകാനായി കാട്ടിനുള്ളിൽ കൊണ്ടുപോയി വിട്ടു എന്നൊരു പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വീണ്ടും വയനാട്ടിൽ ഒരു കടുവ ആക്രമണം വരുന്നു. അതിൽ ഒരു പശുവിന്റെ ജീവന് പോയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് കടുവ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ വേലികളും അടക്കമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിലവിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സംഗീത. ശരി ആഷിഖ്.